എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസൊക്കെ? അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ? ഞങ്ങൾക്ക് നമ്മുടെ ഡാഡി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെയൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ തുടങ്ങിയില്ലേ? ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ ഡാഡി വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അധിക സമയമൊന്നും കറങ്ങാൻ പോകാനൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഒരു സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസമല്ലേ, എന്നാൽ ഒന്ന് ഫോറം മോൾ വരെ പോയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് രണ്ടുപേരും ഒരേപോലത്തെ ഷർട്ടൊക്കെ ഇട്ട് ട്വിൻസായിട്ട് ട്വിന്നിങ് നടത്തിയാണ് രണ്ടുപേരും പോകുന്നത്. അപ്പോൾ ഞാൻ അവരുടെ പുറകെ നടന്ന് വീഡിയോ എടുക്കുകയാണ്. ഫോറം മോളിൻ്റെ ഇൻസൈഡൊക്കെ ഫുൾ ക്രിസ്മസ് തീമിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചേക്കാണ് കേട്ടോ. അകത്തൊക്കെ മുകളിലൊക്കെ നക്ഷത്രങ്ങളും പിന്നെ ക്രിസ്മസ് റീത്ത് തോന്നല്ലേ പറയുന്നത്, അതുമൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ഇൻഡിവിജ്വൽ കടകൾക്കുള്ളിലും ഇതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് നേരെ ലുലുവിലോട്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി വെറുതെ അവിടെ ഒന്ന് നിന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് നേരെ മുകളിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ തീമിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഈ എസ്കലേറ്റർ കാണുമ്പോൾ എപ്പോഴും ഞാൻ ഫസ്റ്റ് ടൈം ഇതിൽ കയറിയതൊക്കെ ഓർമ്മ വരും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് സൗദിക്ക് പോകാൻ നേരത്താണ്, എയർപോർട്ടിൽ പോകുമ്പോഴാണ് ഞാൻ ഇതുപോലെ എസ്കലേറ്റർ കയറുന്നത്. അന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഞാനൊരു തരത്തിൽ കയറത്തില്ലായിരുന്നു. പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ഇങ്ങനെയൊക്കെ പോയില്ലെങ്കിൽ അല്ലാതെ പോകാനായിട്ട് സാധാരണ സ്റ്റെപ്സൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പോകത്തുള്ളൂ. ഇനി എത്ര ദൂരമാണെങ്കിലും ഞാൻ അങ്ങനെ പോകത്തുള്ളൂ. എനിക്കിതിനകത്ത് കയറുന്ന ഓർക്കുമ്പോൾ കാലെടുത്ത് നോക്കുമ്പോൾ ഞാൻ മറിഞ്ഞു വീഴുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അതുപോലെ അങ്ങ് എത്തിക്കഴിഞ്ഞ് ഉടനെ ഞാൻ ചാടി ഇറങ്ങുമായിരുന്നു. അത്രയ്ക്ക് വെപ്രാളമായിരുന്നു. ഇപ്പോഴൊക്കെയാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും ഫെമിലിയറായി മാറിയത്. ഇപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ടല്ലോ. ഇതാണിപ്പോൾ ഇവരുടെ അകത്തോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ ക്രിസ്മസ് ട്രീസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഫുൾ ലൈറ്റൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ അവിടെ വന്നിരുന്ന്, കുട്ടികളല്ല എല്ലാവരും അവിടെ വന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു സിനിമയുണ്ട്, സിനിമ കാണണം. അപ്പോൾ എന്നാൽ നേരെ പോയി ഫുഡ് കഴിക്കാം. അപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കിട്ടാൻ താമസം ഉണ്ടാവും എന്നറിയാം. പിന്നെ അസാധ്യ തിരക്കായിരുന്നു കേട്ടോ. അവിടെ ഈ ഫുഡ് കോർട്ടിൽ ഇരിക്കാൻ ഒരിത്തിരി സ്ഥലം പോലും ഇല്ല, അത്രയ്ക്ക് രീതിയിൽ ഫുൾ പാക്ഡ് ആയിരുന്നു. പിന്നെ അവർ ഓർഡർ ചെയ്യാൻ നിന്നപ്പോൾ ഞാൻ ഇപ്പുറത്ത് കുറേ കറങ്ങി നടന്നതിന് ശേഷം ഒരു സീറ്റ് കണ്ടുപിടിച്ചു. സീറ്റും പിടിച്ച് ഞാനിവിടെ ഇരിക്കുന്ന ഇരിപ്പാണ്. ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ അവന് വന്ന് എൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചത് എന്തോ ഓർഡർ ചെയ്തതെന്ന്. അത്ര മതിയോ? വരും നോക്കി. ക്രിസ്മസ് ഡീസിനെ കൊള്ളാം അല്ലേ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അവർ. അതും അടിപൊളിയായിരുന്നു. അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കാണാൻ പോകുന്നൊരു സിനിമയാണ് കേട്ടോ. അത് മുഫാസ എന്ന സിനിമയുടെ പേര്. അപ്പോൾ ആ സിനിമ ഒരു 3D സിനിമ. ഞാനിതുവരെ 3D സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ എന്നാൽ പോയി ഒന്ന് 3D കണ്ടേക്കാം എന്ന് കരുതി. ആദ്യം ഞാനിത് പിള്ളേരുടെ സിനിമയാണ്, ഞാനെങ്ങും വരുന്നില്ലെന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഓർത്തു ഓക്കെ എന്തായാലും 3D അല്ലേ, ഒന്ന് കണ്ടേക്കാം എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. പക്ഷേ അടിപൊളി സിനിമയായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങളിങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ഫുഡും കൊണ്ട് ഇങ്ങനെ വരുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് വന്ന നമ്മുടെ ഫുഡ് റെഡി ആയിട്ടിരിപ്പുണ്ട്. എന്തായിരുന്നു അത്? നമ്മുടെ പിസ്സ ആയിരുന്നു. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പിസ്സ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരറക്കവാൾ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് അറുത്ത് തിന്നായിരുന്നു. അത്രയ്ക്ക് കട്ടി. ആ ബ്രെഡ് പോർഷനൊക്കെ നല്ല കട്ടി എന്ന് പറഞ്ഞാൽ പിടിച്ചിട്ടും വലിച്ചിട്ടും വരുന്നില്ല. പിന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് കഴിച്ച് തീർത്തു. അങ്ങനെ നമ്മൾ നേരെ PVRലേക്ക് പോയി. ഇവിടെ നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, മീൻ. അപ്പോഴത്തേക്കും സമയം ഒരു 10:45 കഴിഞ്ഞു കേട്ടോ. 10:45 കഴിഞ്ഞിട്ടായിരുന്നു സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ആളുകളൊക്കെ പതിയെ വീട്ടിലേക്ക് പോയി തുടങ്ങുകയാണ്. അപ്പോൾ ആ വലിയ ആരവും ബഹളവും ഒക്കെ തീർന്നു തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കാണാൻ വേറൊരു വൈബാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ സിനിമ നല്ല കിടിലൻ സിനിമയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. കുട്ടികളുടെ കഥയാണെങ്കിലും നമുക്കും അത് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു തീമൊക്കെയുള്ള നല്ല 3D ആയിരുന്നു. അത് സൂപ്പർ അനുഭവമായിരുന്നു. അതിങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് പട്ടിഷോ നടത്തുന്നുണ്ട്. പിന്നെ ഇതൊരു റിക്ലൈനർ ചെയറാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ലെഗ് പോർഷനും ഇങ്ങനെ പൊങ്ങി വരും. അതുപോലെ തന്നെ തലയുടെ പോർഷനും ബാക്കിലോട്ട് പോകും. അപ്പോൾ നല്ല സുഖമായിട്ട് കിടന്ന് നമ്മൾ വീട്ടിൽ കിടന്ന് സിനിമ കാണുന്ന ഫീലിൽ നമുക്ക് സിനിമ കാണാൻ പറ്റും. പിന്നെ ഒടുക്കത്തെ തണുപ്പുവാണല്ലോ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. അവൻ സിനിമ കണ്ടോട്ടെ എനിക്ക് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ നല്ല സിനിമയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ മനുഷ്യന്മാരുടെ ഇമോഷൻസ് ആണല്ലോ നമ്മൾ കാണിക്കുമ്പം സിംഹവും മങ്കിയും ഒക്കെ വരുന്നെങ്കിലും ഒക്കെ നമ്മുടെ മനുഷ്യന്മാരുടെ നല്ലൊരു ഇമോഷൻസൊക്കെ കൺവേ ചെയ്യുന്ന നല്ലൊരു കൊച്ചു സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവെല്ലായപ്പോൾ ഒരുത്തനാണെങ്കിൽ പോപ്കോൺ വേണമെന്നും പറഞ്ഞത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുന്ന വരവാണ്.
അങ്ങനെ ഇരുന്ന് ഞങ്ങൾ നമ്മുടെ മുഫാസയെ കാണുകയാണ്. മുഫാസ അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേക്കും ഈ സിനിമയ്ക്കൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഈ ലേറ്റ് നൈറ്റ് 1 മണിയൊക്കെ സമയമായി. എന്നിട്ട് പോലും പിള്ളേരൊക്കെ ഭയങ്കര ചീരിയും ബഹളമൊക്കെ ആയിട്ട് കൊച്ചു പിള്ളേർ വരെ ഇതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. അവനോട് ചോദിക്കുകയാണ് ഞാൻ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോന്ന്. അപ്പോൾ അവൻ എന്നോടാണ് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്കെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. അങ്ങനെ തിരിച്ച് പോകാൻ നേരത്തേക്ക് കണ്ടോ കംപ്ലീറ്റ് ആളും തീർന്നു. കാരണം സമയം ഇപ്പം പാതിരാത്രി 1:05 ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയപ്പോൾ ശരി എന്നാൽ ടാറ്റ ബൈ ബൈ.